ഇടപെടുക. ശ്രീ ലാൽകുമാർ, ഈ തരൂർ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും, പ്രശ്നങ്ങളെന്ന് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുമ്പോഴും ഹൈക്കമാൻഡ് നിശബ്ദത പാലിക്കുകയാണ്. മൗനം കൊണ്ടാണ് അവർ തരൂരിനെ ശിക്ഷിക്കുന്നത്. കാരണം തരൂർ ആഗ്രഹിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അതുവഴി ഒരു വീരപരിവേഷവും സൃഷ്ടിക്കുക എന്നതാണെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന സന്ദേശം അവർ കൊടുക്കുകയാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ 2026 ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനി അടുത്ത സർക്കാർ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ ആൾ കോൺഗ്രസിനകത്ത് താനാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സർവേ ഫലം തരൂർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലും മറ്റ് പ്രതികരണങ്ങളൊന്നും കാര്യമായി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് തരൂർ സംസാരിക്കുന്നത് BJPക്ക് വേണ്ടിയാണ് എന്നാണ്. എന്തുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ CPI ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക? രണ്ടാമത്തെ കാര്യം, തരൂർ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താൻ യോഗ്യനാണ് എന്നൊരു സർവേയിലൂടെ തെളിയിക്കപ്പെട്ടു എന്ന് പൊതുസമൂഹത്തിനോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കങ്ങളിൽ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ചെയ്തു കൊടുക്കാനുണ്ടോ? ഇവിടെ സമഗ്രമായി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം 3 പേര് സംസാരിച്ചതിനകത്ത് എനിക്ക് ഓരോ കാര്യത്തിലും അഭിപ്രായമുണ്ട്. അവരൊക്കെ വലിയ സ്ട്രെച്ചിൽ സംസാരിക്കുകയും ചെയ്തു. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം ഗോകുൽ നന്നായി സംസാരിച്ചു, നന്നായി BJPക്ക് വേണ്ടി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ, എന്നാൽ ശശി തരൂർ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റി. അത് ഞാൻ അംഗീകരിക്കുന്നു. ഇതിനകത്ത് ഒരു അടിസ്ഥാനപരമായ പ്രശ്നം, ഗോകുൽ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. കാര്യം ഗോകുലിൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഡോക്ടർ ശശി തരൂർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെ ഒരു ഡിനയൽ മോഡിലേക്ക് പോകേണ്ട കാര്യമില്ല, വിമർശനങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതിനകത്തെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്നറിയോ, ശശി തരൂർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എടുത്താൽ വിമർശനാത്മകമായ ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. നോക്കൂ, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളുടെ റോൾ അദ്ദേഹം വഹിക്കണ്ടേ? അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വിദേശ രാജ്യത്ത് പോകുമ്പോൾ പുകഴ്ത്തുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മസ്കുലിൻ ലീഡറാണ്, സ്ട്രോങ് ലീഡറാണ്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ആ ഡിബേറ്റിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ ഒരിടത്തും എത്തത്തില്ല. ഈ എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഞാൻ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഒരു സദസ്സിൽ ഞാൻ സംസാരിക്കുമ്പം ബ്രിട്ടീഷ് ഓഡിയൻസ് ഇരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രധാനമന്ത്രിയെ ഞാൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണോ സംസാരിക്കുക? യുവരാജ് ഗോകുൽ അങ്ങനെ സംസാരിക്കുമോ? ഇവിടെ ഇരിക്കുന്ന വേറെ ആരിലും അങ്ങനെ സംസാരിക്കുമോ? അതിപ്പം വേറെ ഏത് പാർട്ടിയാണെങ്കിലും, അത് ഏത് പാർട്ടിയാണെങ്കിലും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ സംസാരിക്കത്തുള്ളൂ. അത് ഞാൻ പണ്ടൊരു ചർച്ചയ്ക്കകത്ത് യുവരാജിൻ്റെ കൂട്ടത്തിൽ ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് വലിയ അക്സെപ്റ്റൻസ് ലോകത്തുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ്, അതിനകത്തൊരു സംശയം വേണ്ട കാര്യത്തില്ല. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ വിഷയം നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ ശക്തിയും അല്ല വിഷയമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ബലഹീനതകൾ അല്ലെങ്കിൽ ബലം ഒക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വേറൊരു സ്പോട്ടിലാണ്. ഇവിടെ സംഭവിക്കുന്നത്, ശശി തരൂർ എന്ന ക്ലവറായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം ഈ പറയുന്ന ഈ നാഷണലിസം എന്ന് പറയുന്ന പേരിൽ ഈ യുദ്ധം നടന്നിട്ട്, അല്ലെങ്കിൽ ഈ യുദ്ധം തന്നെ വിളിക്കാൻ പറ്റുന്നില്ല, പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഇന്ത്യൻ റിട്ടാലിയേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന നിലപാട്, അത് അദ്ദേഹം വലിയ രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. ആ പോയിന്റ് വരെ നമ്മൾ വിട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം നോക്കൂ, BJPയുടെ പോസ്റ്റ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് കളിക്കുന്നത്, BJPയുടെ കോർട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് കളിക്കുന്നത്. ഒരാൾക്ക് ഒരു ഇപ്പം നോക്കൂ, കോൺഗ്രസ് ഒരു സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നു. ആദ്യത്തെ ടേമിൽ തന്നെ അദ്ദേഹത്തിനെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ആക്കുന്നു, എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ആക്കുന്നു. അത് കഴിഞ്ഞ് പല പ്രാവശ്യം MP ആകുന്നു, ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊരു റോൾ ഇല്ലേ? അങ്ങനെ ഒരു റോൾ ഉണ്ടല്ലോ അദ്ദേഹത്തിന്, ഇല്ലേ? ഇപ്പം ലാൽകുമാർ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ വിഷയം വരുമ്പോൾ BJPക്കെതിരെ ഒരു കോൺവെർസേഷൻ നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? കാര്യം എന്താ? എൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ BJPക്കെതിരെ സംസാരിക്കുക എന്നുള്ളതാണ്. ആ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ് ഇദ്ദേഹത്തിനുള്ളതെന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അപ്പം അദ്ദേഹം ഈ നാഷണലിസം, ഈ പറയുന്ന ഇൻറ്റഗ്രിറ്റി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻറ്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ വലിയ വാക്കുകൾ പറഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇതിനകത്തോട് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് അദ്ദേഹം എത്ര ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് സംസാരിച്ചാലും, എത്ര ക്യൂൻസ് ഇംഗ്ലീഷ് സംസാരിച്ചാലും, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി ഇല്ലാത്ത ആളായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാറിയിരിക്കുന്നു. ഇപ്പം അദ്ദേഹം ഒരിക്കൽ പുകഴ്ത്തുകയും അതേ സ്ഥാനത്ത് അദ്ദേഹം വിമർശനാത്മകമായ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം വരികയാണെങ്കിൽ ഓക്കെയാണ്. ഇപ്പം എമർജൻസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് എന്താ അഭിപ്രായം? എനിക്ക് ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന നിലപാടുണ്ടോ? പക്ഷേ അത് ഞാൻ എന്ത് പേർപ്പസിന് പറയുന്നു എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്.
ശശി തരൂർ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്, ശശി തരൂർ എമർജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് BJP-യെ സുഖിപ്പിക്കാനാണ് എന്ന് കരുതുന്നു, ആൾക്കാർ കരുതുന്നു. ഇപ്പം 24-ൻ്റെ ഇന്നത്തെ ചാനലിലെ ഡിബേറ്റിൻ്റെ ഹെഡിങ് എന്താ? ഏതാ ശശി തരൂർ പാർട്ടി എന്നുള്ളതാണല്ലോ. അപ്പം 24-ന് അടക്കമുള്ള അല്ലെങ്കിൽ ഗോപികൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർക്ക് ഏതാ ശശി തരൂർ പാർട്ടി എന്ന് തോന്നത്തക്ക രീതിയിൽ ശശി തരൂരിൻ്റെ ഇടപെടിയിൽ വന്നു എന്നുള്ളതാണ്. നമ്മൾ ഒബ്ജക്റ്റീവ്ലി അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വേണം കരുതാൻ. അത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അത്, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ലല്ലോ ഏതാ പാർട്ടി എന്ന് ചോദിക്കേണ്ടതായി 24-ന് കേരളത്തിലെ ഏറ്റവും റേറ്റഡ് ചാനലുകളിലൊന്നിന് തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പിന്നെ അടുത്ത് ഇവിടെ വന്നൊരു ചോദ്യം, ഈ പറയുന്ന കോൺഗ്രസിന് സ്ഥാനമാനങ്ങൾ, അദ്ദേഹം ആദ്യത്തെ ടേമിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ അഫയേഴ്സ് കൊടുത്തു. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നിട്ടില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ലാത്ത ആൾക്ക് കോൺഗ്രസിന് ഒന്നും കൊടുക്കാൻ കഴിയില്ല. നോക്കൂ, ജയറാം രമേശ്, പി ചിദംബരം, അവരൊക്കെ വലിയ വലിയ ടോൾ ലീഡേഴ്സാണ്. നമുക്ക് പറഞ്ഞല്ലേ, അവരെയൊക്കെ ഞാൻ എതിർക്കുന്ന ഒരാളാണ്. അവർക്കൊക്കെ എന്താ റോള്? അവരൊക്കെ ഒരു റോളും ഇല്ലാതിരിക്കുകയാണ്. പാർലമെന്റിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒരു അദ്ദേഹത്തിന്റെ നിലപാട്, അതായത് പാർട്ടിയുടെ പൊസിഷൻ നിലപാട് അറിയിക്കാൻ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഡിബേറ്റ് ഓപ്പൺ ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ട്. രണ്ടാമത് അദ്ദേഹത്തിന് അവിടെയും കേന്ദ്രത്തിലും ഒരു പിടിയില്ല, കേരളത്തിൽ വന്നാൽ ഇവിടെയും. ശരി പറയൂ. അല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് അദ്ദേഹത്തിനെ സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ചോദ്യം. ആ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. അദ്ദേഹത്തിന് സ്ഥാനമാനം കൊടുത്തിട്ടുണ്ടോ, സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പൊളിറ്റിക്സിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം അദ്ദേഹം ഒരു സ്ട്രോങ് സ്റ്റാൻഡ്, നോക്കൂ, നമ്മളിപ്പം നരേന്ദ്രമോദിയെ ഏറ്റവും ശക്തമായി എതിർക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടാണ് കടന്നു പോകുന്നത്. അതിനകത്ത് സംശയമില്ലല്ലോ. ഞാൻ പ്രതിപക്ഷത്തിൻ്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. കാര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തനായി നരേന്ദ്രമോദി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതിപക്ഷം എതിർക്കേണ്ടത്. കഴിഞ്ഞ 15 വർഷത്തിൽ മേളിലായാലും അദ്ദേഹം MP ആയിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് ആ 15 വർഷത്തിൽ ഒറ്റ സ്പീച്ച് ഗോപികൃഷ്ണന് കാണിക്കാവോ ഏറ്റവും ഫയർ ബ്രാൻഡായിട്ട് ശശി തരൂർ സംസാരിച്ചത്? ഇല്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ക്യൂൻസ് ആക്സെൻറ്റിൽ അദ്ദേഹം പോളിഷ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമേ അദ്ദേഹം ചെയ്യാറുള്ളൂ. അത് അദ്ദേഹം വളരെ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പണ്ട് അദ്ദേഹത്തിനോട് ഒരു ഡിപ്ലോമാറ്റിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്താണ്? ഇഫ് യു ആസ്ക് എ ക്വസ്റ്റ്യൻ ടു എ ഡിപ്ലോമാറ്റ് ആൻഡ് ഹി ആൻസേഴ്സ് നോ, ദെൻ ഹി ഈസ് നോട്ട് എ ഡിപ്ലോമാറ്റ്. ഇത് തന്നെയാണ് തരൂർ എപ്പോഴും. അദ്ദേഹം ഒരിക്കലും നോ പറയാത്ത രീതിയിൽ, ഈ പോളിഷ് ചെയ്ത് എങ്ങും തൊടാത്ത രീതിയിൽ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ശക്തിയുക്തം അവതരിപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇല്ലെന്ന് പറയുന്നത് തെറ്റ്. ഇപ്പം കോൺഗ്രസിനകത്ത് എത്രയോ ആൾക്കാരുണ്ട്. പി ചിദംബരത്തിനെ പോലുള്ള ആൾക്കാർ, അദ്ദേഹം രാജ്യസഭയിലാണുള്ള ആൾ. കപിൽ സിബൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് നല്ല രീതിയിൽ ഷാർപ്പായിട്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. തരൂറിന് ഏറ്റവും കൂടുതൽ വേർബൽ അക്വൈൻറ്റൻസ് ഉള്ളപ്പോൾ തന്നെ, നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ ആരാന്ന് ഒരു കുട്ടിയോട് ചോദിച്ചാലും അത് നമ്മൾ പറയുന്നത് ശശി തരൂരിൻ്റെ പേരായിരിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ കരൺ താപ്പറിൻ്റെ പേര് പറയായിരിക്കും, മാധ്യമപ്രവർത്തനായ. പക്ഷേ ആ ഇംഗ്ലീഷ് ഉപയോഗിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹത്തിന് ഏറ്റവും ശക്തമായ ഭാഷയുള്ളപ്പോഴും അദ്ദേഹം അവിടെ പോളിഷ് ചെയ്ത് അങ്ങ് വല്ലാത്ത രീതിയിൽ അങ്ങ് മയപ്പെടുത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം ഉണ്ട്. ആ പ്രശ്നം നമ്മൾ ആ പ്രതിപക്ഷത്തിരുന്ന് ചെയ്യേണ്ട കാര്യമാണോ? ഏറ്റവും ശക്തമായി എതിർക്കപ്പെടേണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ ഡൈല്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അടുത്തൊരു വന്നൊരു വിഷയമുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട്. നോക്കൂ, കേരളത്തിലെ നേതാക്കന്മാർ ഇതിനകത്തൊരു അഭിപ്രായം പറയണമെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നിന്ന് പോകുന്ന ആളായതുകൊണ്ട് നിശ്ചയമായും ആൾക്കാർ അഭിപ്രായം പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ AICC ഇതിനകത്തൊരു മൗനം പാലിക്കുന്നത് കൊണ്ട് അതിനകത്തൊരു വലിയ പരിമിതി ഇവിടുത്തെ ആൾക്കാർക്ക് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നോക്കൂ, എനിക്ക് വേണമെങ്കിൽ ഒരു കാർപ്പറ്റ് ബോംബിംഗ് നടത്തി ഇവർ ഓരോരുത്തരും മറുപടി പറയണമെന്ന് വേണേൽ എനിക്ക് പറയാം. പക്ഷേ അതൊരു തെറ്റായ സമീപനമാണെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം VD സതീശനോട് ഇപ്പം ഒരു മറുപടി പറഞ്ഞാൽ, രാഹുൽ ഗാന്ധിയോ ഈ പറയുന്ന കൂട്ടരോ ഇതിനകത്ത് മറുപടി പറയാത്തൊരു വിഷയത്തിൽ എങ്ങനെ VD സതീശന് മറുപടി പറയാൻ പറ്റും? അത് വലിയ പാടാണ്. കാര്യം അത് എല്ലാ സംഘടനയ്ക്കകത്തുള്ളൊരു പ്രശ്നമാണ്. ഇപ്പം നോക്കൂ, നരേന്ദ്രമോദി ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ അമിത്ഷാ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാതിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം പറയുക എന്നുള്ളതല്ല, അദ്ദേഹം അത് ട്രിക്കിൾ ഡൗൺ ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ BJP-യുടെ ഒരാൾക്കും പറയാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് കോൺഗ്രസിനുണ്ട് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് CPI പെട്ടെന്ന് പ്രതികരിച്ചതോ ശ്രീലാൽകുമാർ? ചോദിച്ചു. അത് പറയാം. നോക്കൂ, CPI ആണ്
ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ CPIയുടെ ചിഹ്നത്തിലാണ് അദ്ദേഹത്തെ മത്സരത്തിൽ പോകുന്നത് അല്ലേ? അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന CPIയുടെ കാൻഡിഡേറ്റ് ആണ്, CPMന്റെ കാൻഡിഡേറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു അധിക ഊർജ്ജം അവിടെ വന്നത്. ആ ഊർജ്ജം തെറ്റല്ലെന്നേ. നോക്കൂ, ശരി ശരി, അല്ല ഒന്നുമില്ല, ഞാൻ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സർവ്വതാ യോഗ്യനായ ഒരാൾ കേരളത്തിൽ അദ്ദേഹമാണ് കോൺഗ്രസിനകത്ത് എന്നൊരു സർവേ അദ്ദേഹം തന്നെ പ്രസിദ്ധീകരിച്ചു വരികയും ആ സർവേയുടെ ആധികാരികത സംബന്ധിച്ച സംശയങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ തരൂരിന് ഇടതുപക്ഷ പാർട്ടികൾ, കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ ചില നയങ്ങളെയും ഒക്കെ പിന്തുണയ്ക്കുകയും അതിനെ പുകഴ്ത്തുകയൊക്കെ ചെയ്ത അനുഭവങ്ങൾ കൂടി ഉള്ളപ്പോൾ അതിൽ തരൂർ എന്തെങ്കിലും കാണുന്നുണ്ടോ, അതിൽ ആശങ്ക CPIക്ക് ഉണ്ടോ എന്നൊക്കെയായിരുന്നു ഞാൻ സംശയിച്ചത്. അതുകൊണ്ടാണ്, അല്ല ശ്രീലാൽകുമാർ, ഞാൻ പെട്ടെന്നൊരു ഇടവേള എടുക്കട്ടെ, ഞാൻ അല്പ സമയം ഒത്തിരി ക്രോസ് ചെയ്തു. ശരി, പെട്ടെന്ന് താങ്കൾ അവസാനിപ്പിച്ച് എനിക്കൊരു ഇടവേള എടുക്കാം. താങ്കൾ പറഞ്ഞോളൂ. നോക്കൂ, ഒരു നയം ഇപ്പം CPMന്റെ ഒരു നയത്തെ അല്ലെങ്കിൽ കേരള സർക്കാരിനെ ഒരിക്കൽ പ്രകീർത്തിച്ചു. അതും വിമർശനാത്മകമായാണ് കോൺഗ്രസ് ഇവിടെ കണ്ടത്. അത് ആ പറയുന്ന ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമല്ലെന്നേ. അതാണ് നരേന്ദ്രമോദിയുടെ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട്, ഉക്രൈൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തെറ്റിപ്പോയി. അദ്ദേഹം പിന്നീട് മനസ്സിലാക്കുന്നു നല്ല രീതിയിലാണ് പ്രധാനമന്ത്രി ഇടപെട്ടതെന്നൊരു അഭിപ്രായം പറയുന്നു. അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ശരി, ഏതായാലും ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും മാത്രമാണ് തരൂരിന്റെ അടുത്ത നീക്കം സംബന്ധിച്ച് നമ്മുടെ എല്ലാം മുന്നിലുള്ളത്.